മന്ത്രവാദി പറഞ്ഞത് കേട്ട് ആന കുഞ്ഞിനെ പിരിയാമെന്ന് കരുതി. അവസാനമായി കാണാനെത്തിയപ്പോൾ കുഞ്ഞിനെ കാണാനില്ല എന്ന് ടീച്ചർ പറയുന്നത് ആന കേട്ടു. ചെറുപ്രായമായതുകൊണ്ട് സിയായുവിന് മനുഷ്യനെയും ഗോസ്റ്റിനെയും തിരിച്ചറിയാനുള്ള കഴിവില്ല. സിയായു ഒരു കുട്ടിപ്രേതത്തോടൊപ്പം ഓടിപ്പോയി. തന്റെ കുഞ്ഞ് മിസ്സിംഗ് ആണെന്നറിഞ്ഞ് ആനയും അവിടെ മകെ തിരയുന്നു. പക്ഷെ കണ്ടില്ല. ആകെ പേടിച്ചു നിൽക്കുന്ന സമയം കുട്ടിപ്രേതം ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ട് ആന വേഗം തന്നെ ഫ്രിഡ്ജ് ചെക്ക് ചെയ്തപ്പോൾ സിയായു അവിടെയുണ്ട്. കുഞ്ഞ് തണുത്ത് മരവിച്ച് കിടക്കുന്നത് കണ്ട് ആനയ്ക്ക് സഹിക്കാനായില്ല. വേഗം തന്നെ ടീച്ചറെ വിളിച്ചെങ്കിലും ആരും ആനയെ കാണുന്നില്ല. ആന ഫ്രിഡ്ജിൽ നിന്ന് മകളെ വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞിന്റെ ദേഹത്ത് ആനയുടെ കൈകൾ പതിക്കുന്നുണ്ടായിരുന്നില്ല. ആന കുഞ്ഞിനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം സിയായു അമ്മയുടെ സൗണ്ട് കേട്ടതുപോലെ പതിയെ കാലുകൊണ്ട് ഫ്രിഡ്ജ് തുറന്നു. അതുവഴി വന്ന ടീച്ചർ സിയായുവിനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആന അവിടെ നിന്ന് കരയാൻ തുടങ്ങി. താൻ കാരണമാണ് കുഞ്ഞിന് ഈ ഗതി വന്നതെന്ന് അവൾ വിശ്വസിച്ചു. ആദ്യം കുഞ്ഞ് നടന്നു കണ്ടിട്ട് പോകാമെന്ന് കരുതി. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും അവൾക്കതിന് കഴിഞ്ഞില്ല. അതാണ് ഇവിടെ വരെ എത്തിച്ചത്.